ഇതിട്ടാണല്ലേ കാണാനില്ലേ? പാമ്പച്ച അവിടെ ആ ചട്ടി ഇരിക്കുന്നില്ലേ? ആ ചട്ടി ഇരിക്കുന്നില്ലേ അവിടെ? നീ കണ്ടാടാ? ഓ കണ്ട്. എന്താ എന്താ പാമ്പാണോ? പാമ്പ് എവിടെ? അവിടെ അവിടെ അവിടെ. വർക്കേരിയപ്പോ കമ്പെടുത്തുണ്ടോ? അച്ഛാ തല്ലി കൊല്ലണ്ട അച്ഛാ. തല്ലി കൊല്ലായിരുന്നു എങ്ങനെ? കൊച്ചു നോക്കണ്ടേ? എന്താണ് പാമ്പടാ? ഇവിടെ ആ വ്യാലി ഇവിടെ ഉണ്ടെന്ന് കണ്ടെന്ന് കണ്ടോ? റൂട്ട് കണ്ടുപിടിക്കാനാണ്. റൂട്ട് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ആ സൈഡില്ലേ, ആ ലെഫ്റ്റ് സൈഡ്, അവിടെ നമ്മള് ബെഞ്ച് ഇട്ടിട്ടില്ലേ, കുറെ ചട്ടി നിരത്തി വെച്ചിട്ടില്ലേ, അതിന്റെ സൈഡിലായിട്ടുണ്ട്. നീ കണ്ട? കണ്ട്. അങ്ങോട്ട് പോയാ ഇങ്ങോട്ട് പോയാ ചാന്ന് നോക്കാനുള്ള സമയം കിട്ടില്ല. കണ്ടപ്പോ തന്നെ ഞാൻ നിലവിളിച്ചോണ്ട് പിന്നെ പാമ്പ് അനങ്ങാന്ന് നേരത്തെ അനങ്ങിയില്ല. പേടിയുള്ളവർ കൂടെ വരണ്ട, ധൈര്യമുള്ളവർ വന്നാൽ മതി. ആരും കൂടെ ഉണ്ടാ, ഞാനും അച്ഛനും മാത്രം പോവാ. മക്കള് വാ. അയ്യോ വലിയൊരു ധൈര്യശാലി വന്നേക്കണ നോക്കിയേ. ഞാൻ വരണില്ല. അച്ഛൻ നോക്കി. മോളിലൊക്കെ നോക്കണം മണ്ടയ്ക്ക്. ഏയ് പാമ്പല്ലേ, കണ്ണടിച്ച് തുറക്കും മുമ്പ് അതെങ്ങോട്ടെങ്കിലും പോകുന്നേ. ഏത് മാളത്തിൽ പോയിടിച്ചാലും ഏത് പാമ്പാര് കേൾക്കാൻ വേണ്ടി പറയണ്. ഞാൻ കൈയോടെ പിടിച്ചിരിക്കുന്നു. പാമ്പ് കേൾക്കാൻ വേണ്ടി പറയണോ? 100-200 ഇരട്ടിപ്പെട്ട പാമ്പേ. തലങ്ങും വരങ്ങും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴിഞ്ഞ് നീങ്ങിയ പറമ്പിൽ കളിച്ച് ജനിച്ച് വളർന്നതാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. നിങ്ങൾക്കറിയാം, എൻ്റെ കുളത്തിൻ്റെ കരയിൽ പൂവങ്കരിഞ്ചാത്തി എന്ന പാമ്പ് നിന്ന് ഇങ്ങനെ ആടിയിട്ടുണ്ട്. പൂവങ്കരിഞ്ചാത്തി? രാജവമ്പലരെ വേറെ എന്നോടാ പൂവങ്കരിഞ്ചാത്തി. ഇവിടെ വലിയ പൂവല്ലേ, വലിയ പൂവല്ലേ, അതിന്റെ ആ പൂവ്, കോഴിയുടെ പൂവില്ലേ, അത് ഇങ്ങനെ നിൽക്കും, പാമ്പിന്റെ പുറത്തേക്ക് നിൽക്കും. അതിനെ പൂവങ്കരിഞ്ചാത്തി എന്ന് പറയണത്. അങ്ങനെ പാമ്പൊക്കെ ഉണ്ടോ അച്ഛാ? പിന്നെ അച്ഛൻ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. രാമമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, കൊച്ചില. ആ രാമമ്മ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാഘമാമന്റെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ രാഘമാമ ഉണ്ടായിരുന്നെങ്കിൽ മാമന്റെ അടുത്ത് ചോദിക്കായിരുന്നു. അപ്പൊ മാമൻ പറയും, ഞാനല്ല, എന്റെ മാമൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പൂവങ്കരിഞ്ചാത്തി. എടാ എന്തൊക്കെ പറഞ്ഞാല് കൊത്തിയ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിയ പരമ്പരയാണ് നമ്മളെ വീട്ടുകാർക്കുള്ള. അറിയാർക്ക് അതച്ഛൻ കണ്ടോ? അല്ല അതച്ഛൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടാലേ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ടോ? അത് രാമ ഉണ്ടാ കണ്ടിട്ടുണ്ടാ? രാവണനെ കണ്ടിട്ടുണ്ടാ? അർജുനെ കണ്ടിട്ടുണ്ടാ? വായിച്ചുള്ള അറിവല്ലേ ഉള്ളൂ. പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പഠിക്കണം ആദ്യം. കളക്കൂട്ടങ്ങളെ അതൊക്കെ എഴുതി വെച്ചത് മഹാന്മാരാണ്. അതാ ഇത് പറയണതാരാ? നോക്കിയോ, പാമ്പിന് മണ്ണരയുടെ വില പോലും ഞാൻ കൊടുക്കൂല. എൻ്റെ കൈ കിട്ടിയ പാമ്പിൻ്റെ കാര്യം പോക്കാണ്. ഒന്നാമത് എൻ്റെ കണക്ക് പുസ്തകം കാണില്ല. അതിൻ്റെ നീ പൊക്കിയാടാ കേശു? ഞാനൊന്നും എടുത്തില്ല. പാമ്പ് എവിടെയാടാ? പാമ്പ് എവിടെ വെച്ചാൽ ഞാൻ പിടിച്ച് പോക്കറ്റ് വിട്ടിരുന്ന പാമ്പിനെ. പാമ്പ് തറയെ കിടന്ന് എഴിഞ്ഞു പോയതിന് ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോ നേരത്തെ ഇത് കൊറേ നേരെ തുടങ്ങിയിട്ട് ഒരു പാമ്പെന്നും പറഞ്ഞു. ഞാൻ പാമ്പിനെ കണ്ടതാണെന്ന് ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളൊക്കെ വെറുതെ പാമ്പിനെ കണ്ടുപോലും. എന്നാലും എന്റെ ചെറിയ പുസ്തകം കണക്ക് പുസ്തകം എനിക്കറിയില്ല. എന്തായാലും ഞാനിത് വീടിന് പുറത്തിറങ്ങൂല. ആ പാമ്പ് എവിടേക്കും പോയി കാണൂല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ പിന്നെ പാമ്പിനൊക്കെ ജീവിക്കാൻ ഭയങ്കര സൗകര്യമാണല്ലോ. മൊത്തം മാളവും എരയും. കഷ്ടം തന്നെ. എടാ പേടിക്കടേ, അതുപോലെ ചുരുട്ടവല്ല ആയിരിക്കും. എന്ത് ചുരുട്ട? പാമ്പല്ലേ ചാ? എടാ ഇത്ര പേടി എന്താണ്? ഇതിനൊക്കെ വല്ല ബീസത്ത് കൊണ്ട് പാമ്പ് കൂട്ടം കൊണ്ട് അടയ്ക്കണം, എന്നാലും പേടി മാറുള്ളൂ. പാമ്പിനെ കടവ് പേടിപ്പിക്കാൻ പോലും. എൻ്റെ പുസ്തകം കാണാനില്ലല്ലേ? ഞാൻ നോക്കി, ഞാൻ എല്ലാം കൂടെ വച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കിട്ടുന്ന കാണൂല. എന്തിന് കൈകൊണ്ട് എടുത്ത് പാമ്പിനെ? അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ കൊറേ എടുത്തിട്ടുള്ളല്ലോ പാമ്പിനെ. പിന്നെ പാമ്പിനെ എടുത്ത് പോടാച്ചെടുത്ത് പാമ്പിനെ കൈ കൊണ്ടൊക്കെ എടുത്തിട്ടെന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. ഞാൻ പാമ്പിനെ കൈകൊണ്ട് എടുത്തിട്ടില്ല. കേശു മക്കളെ, വാലിലൂടെ കാവലോടെ കേട്ടാ. പാമ്പ് ശത്രു തള്ളയാണ്. പാര വിട്ട് എപ്പോ വേണം കഴിഞ്ഞ് കയറി വരാം. അയ്യോ നാഗത്തന്മാരെ എന്നെ കാത്തൂലടെ. ഓ വസുവായ നവാ, തക്ഷകായ നവാ, കാർക്കോടായ നവാ. അയ്യോ ചെറുപ്പത്തിലെ പൂവങ്കരിഞ്ചാത്തിയോടൊപ്പം തൊടിയിൽ ഓടിക്കളിച്ചേർന്ന ആളാണ്. കിടക്കണ കിടപ്പ് കണ്ടാ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ.